സലീം കുമാറിന് വേണ്ടി തീവെട്ടിക്കൊള്ള. മലയാളിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനാണ് അടുത്തിടെ അന്തരിച്ച സലീം കുമാർ. അദ്ദേഹം വെറുമൊരു ഹാസ്യ നടൻ എന്ന നിലയിലല്ല, അദ്ദേഹം ഏറ്റവും മികച്ച ഇന്ത്യയിലെ തന്നെ നടൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന പുരസ്കാരം നേടിത്തന്നയാളാണ്. നിരവധി പുരസ്കാരങ്ങൾ സലീം കുമാറിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്കറിയാം. സലീം കുമാറിനെ നമുക്ക് വ്യക്തമായി അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. അദ്ദേഹം ആരിൽ നിന്നും ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. മരണത്തെ അദ്ദേഹം വളരെ തത്വചിന്താപരമായിട്ടാണ് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂകൾ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിരവധി ഇന്റർവ്യൂകൾ അദ്ദേഹം മരണത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഒരു കാരണവശാലും മരണത്തിന് ശേഷം ചടങ്ങുകൾ പാടില്ല, മരണത്തിന് ശേഷം ഏതെങ്കിലും ആചാരം പാടില്ല, മരണത്തിന് ശേഷം ഏതെങ്കിലും മതപരമായിട്ടുള്ള ചടങ്ങുകളോ ആചാരങ്ങളോ പാടില്ല, അസ്ഥിയൊഴുക്കൽ പോലുള്ള നടപടികൾ പാടില്ല. ഉടൻ തന്നെ മരിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം അദ്ദേഹത്തെ സംസ്കരിക്കണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മരണത്തെപ്പോലും അദ്ദേഹം വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്ത ഒരാളാണ് സലീം കുമാർ. മരണശേഷം എന്തെല്ലാം കാണിക്കരുത് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. യാതൊരു തരത്തിലെ കൃത്രിമത്വവും ഇത്തരം മതപരമായിട്ടുള്ള ചടങ്ങുകൾ അതെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ എത്രയും വേഗം ദഹിപ്പിക്കുക എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിന്ന നടനായിരുന്നു സലീം കുമാർ. അദ്ദേഹത്തിന് വേണ്ടി ഇന്നലെ വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ 1 കോടി രൂപയാണ് മാറ്റിവെച്ചത്. എന്തിനു വേണ്ടി? അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് വേണ്ടി. ഒരുപക്ഷെ സലീം കുമാർ ജീവിച്ചിരുന്നെങ്കിൽ വി.ഡി. സതീശനെ ആദ്യം ചോദ്യം ചെയ്യുന്നത് സലീം കുമാർ ആയിരിക്കും. എന്തിനാണ് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രതിമ സ്ഥാപിക്കുന്നത് എന്ന് ആദ്യം ചോദിക്കുന്നത് സലീം കുമാർ ആയിരിക്കും. പക്ഷേ അങ്ങനെ സലീം കുമാറിനെ ചോദിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്തിനാണ്, എന്ത് മാനദണ്ഡമാണ് ഇവിടെ അറിയേണ്ടത്, ജനങ്ങൾക്കറിയേണ്ടത് ജനങ്ങളുടെ പണമാണ്. ഈ 1 കോടി രൂപ എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാണ് വി.ഡി. സതീശൻ സർക്കാർ പ്രതിമയ്ക്ക് വേണ്ടി കളയുന്നത്? അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊടുക്കൂ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രാരബ്ധമുണ്ടെങ്കിൽ ആ 1 കോടി രൂപ ആ കുടുംബത്തെ കൊടുത്ത് സഹായിക്കൂ. അങ്ങനെ ആ കുടുംബത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തട്ടെ. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രതിമകളാണ് ഈ കൊച്ചു കേരളത്തിലുള്ളത്. അവിടെ സലീം കുമാർ പോലും ഇഷ്ടപ്പെടാത്ത വിധത്തിലായിരിക്കണം ഈ പ്രതിമ സ്ഥാപിച്ചു കഴിഞ്ഞാൽ. അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മരണാനന്തര ക്രിയകൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. മതം പാടില്ല, അസ്ഥി ഒഴുക്കൽ പാടില്ല, എത്രയും വേഗം ദഹിപ്പിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരാളുടെ പ്രതിമ പണിയാൻ വേണ്ടി എന്തിനാണ് 1 കോടി രൂപ ഈ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നും കൊള്ളയടിക്കുന്നത് സതീശൻ എന്ന് മറുപടി പറയണം. എന്താണ് മാനദണ്ഡം എന്ന് മറുപടി പറയണം. തന്നോടുള്ള സൗഹൃദമാണോ? നമുക്കറിയാവുന്നതുപോലെ തന്നെ സതീശന്റെ പ്രചരണ പരിപാടികളിൽ സലീം കുമാർ പങ്കെടുത്തിട്ടുണ്ട്. വ്യക്തിപരമായ അടുപ്പമുണ്ട്. അങ്ങനെ വ്യക്തിപരമായ അടുപ്പമാണോ ഈ പ്രതിമയ്ക്ക് പിന്നിലെന്ന് വി.ഡി. സതീശൻ വ്യക്തമാക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുമായി വ്യക്തിപരമായി ബന്ധമുള്ള മുഴുവൻ അന്തരിച്ച സിനിമാ നടന്മാരുടെയും പിന്നണി പ്രവർത്തകരുടെയും പേരിൽ പ്രതിമ പണിഞ്ഞേ പറ്റുകയുള്ളൂ. എണ്ണം പറയാം. ശ്രീനിവാസൻ, എന്താണ് ശ്രീനിവാസന് പ്രതിമ പണിയാത്തത്? വി.ഡി. സതീശൻ എന്താണ് ശ്രീനിവാസന് വേണ്ടി പ്രതിമ പണിയാൻ വേണ്ടി പണം മാറ്റി വെക്കാത്തത്? ശ്രീനിവാസൻ മലയാളിയുടെ അന്തസ്സുയർത്തി നടനല്ലേ? എത്രയോ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സംവിധായകനാണ്, നടനാണ്, തിരക്കഥാകൃത്താണ് ശ്രീനിവാസൻ. എന്തുകൊണ്ട് ശ്രീനിവാസന് വേണ്ടി 1 കോടി രൂപ മാറ്റിവെക്കുന്നില്ല? തീർന്നില്ല. നെടുമുടി വേണു എന്താണ് പ്രശ്നം? നെടുമുടി വേണു ദേശീയ തലത്തിൽ എത്ര പുരസ്കാരങ്ങൾ, സലീം കുമാറിനെ പോലെ എത്ര പുരസ്കാരങ്ങൾ നേടിയതാണ് നെടുമുടി വേണു? സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹം എത്രയോ നേടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ നെടുമുടി വേണുവിന് 1 കോടി രൂപ പ്രതിമയ്ക്ക് മാറ്റിവെക്കാൻ കഴിയാത്തത്? തീർന്നില്ല, വീണ്ടും വരുന്നു. തിലകൻ സലീം കുമാറിനെ പോലെയും ശ്രീനിവാസനെ പോലെയും ദേശീയ തലത്തിലെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ മഹാനടനാണ് തിലകന് സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹം എത്രയോ നേടിയിരിക്കുന്നു. തിലകന് വേണ്ടി എന്തുകൊണ്ട് വി.ഡി. സതീശൻ 1 കോടി രൂപ മാറ്റിവെക്കുന്നില്ല? ഇനിയുമുണ്ട്, പറഞ്ഞാൽ തീരാത്ത വിധത്തിൽ. കെ.ജി. ജോർജ് എത്രയോ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സംവിധായകനാണ് അന്തരിച്ച കെ.ജി. ജോർജ്. തീർന്നില്ല. ഷാജി എൻ കരുൺ ദേശീയ തലത്തിൽ എത്ര പുരസ്കാരങ്ങൾ അദ്ദേഹം സംവിധായകൻ, ഛായാഗ്രഹനം നേടിയിട്ടുണ്ട്. സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹം എത്രയോ നേടിയിട്ടുണ്ട്. ഇനിയും തീർന്നില്ല. പറയാനാണെങ്കിൽ അങ്ങനെ ഒരുപാട്. പി ജയചന്ദ്രൻ, ഗായകനായുള്ള പി ജയചന്ദ്രന് വേണ്ടി എന്തുകൊണ്ടാണ് സതീശൻ 1 കോടി രൂപ ഒരു പ്രതിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കാത്തത്? അപ്പോൾ ഇതിന്റെ മാനദണ്ഡം എന്താണ്? എത്രയോ പേരുണ്ട്. കുതിരവട്ടം പപ്പു, മാമുക്കോയ, അതേപോലെ സംവിധായകനായിട്ടുള്ള സിദ്ദിഖിലെ സിദ്ദിഖ്, പിന്നീട് MG സോമൻ, അങ്ങനെ പറഞ്ഞാൽ തീരില്ല. സാങ്കേതിക രംഗത്ത് പോലും എത്രയോ പ്രമുഖരാണ് അന്തരിച്ചിട്ടുള്ളത്. ദേശീയ തലത്തിൽ മലയാളിയുടെ അന്തസ്സുയർത്തിയ എത്രയോ സിനിമാ സാങ്കേതിക പ്രവർത്തകരാണ് നമുക്കുള്ളത്. എഡിറ്റിംഗ് രംഗത്ത്, ക്യാമറ രംഗത്ത്, അങ്ങനെ അന്തരിച്ച് എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ചൂണ്ടിക്കാട്ടാം. അവർക്കൊന്നും ഈ പറയുന്ന മാനദണ്ഡം എന്തുകൊണ്ട് സതീശൻ പാലിക്കുന്നില്ല? അവരൊക്കെ നമ്മുടെ അന്തസ്സുയർത്തിയതല്ലേ? അപ്പോൾ എന്താണ് സലീം കുമാറിന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള മാനദണ്ഡം?
എന്തിനു വേണ്ടിയിട്ടാണ് ഈ 1 കോടി രൂപ സലീം കുമാറിന് പോലും സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഈ പ്രതിമ എന്തിനാണ് സ്ഥാപിക്കുന്നത്? അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കൂ. ഇനി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ 1 കോടി രൂപ വേണ്ട എങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കൂ. ഏതെങ്കിലും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ശ്രമിക്കൂ. എന്തിനാണ് സലീം കുമാറിനുള്ള പ്രതിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. VD സതീശനുമായി സലീം കുമാറിന് സൗഹൃദമുണ്ടായിരുന്നു. അങ്ങനെ സൗഹൃദമാണ് പ്രതിമ നിർമ്മിക്കാനുള്ള മാനദണ്ഡമെങ്കിൽ ഈ ഓരോ രാഷ്ട്രീയക്കാരും അവരുടെ ഓരോ സുഹൃത്തിനും വേണ്ടി പ്രതിമ പണിയേണ്ടതല്ലേ VD സതീശൻ? ആലോചിച്ച് നോക്കുക. ശ്രീനിവാസനില്ല പ്രതിമ, തിലകനില്ല, ഈ പറഞ്ഞ ആർക്കും തന്നെ പ്രതിമയില്ല. ഇവരെല്ലാം തന്നെ രാഷ്ട്രീയക്കാരുമായി അടുപ്പമുള്ളവരാണ്, ബന്ധമുള്ളവരാണ്. പക്ഷേ അവരൊന്നും തന്നെ ഇത്തരമൊരു മണ്ടത്തരം കാണിച്ചിട്ടില്ല. കാരണം അവർക്കൊന്നും ഇല്ലാത്ത പ്രതിമ എന്തിനു വേണ്ടിയിട്ടാണ് സലീം കുമാറിന് നിർമ്മിക്കുന്നത് എന്ന് മറുപടി പറയേണ്ടത് VD സതീശനാണ്. ആ 1 കോടി രൂപ സതീശന്റെ പണമല്ല, ഇവിടുത്തെ ഓരോ ജനങ്ങളുടെയും പണമാണ്. ആത്മാവിൽ വിശ്വസിക്കുന്നവരുണ്ട് എങ്കിൽ ഒരുപക്ഷെ സലീം കുമാറിന്റെ ആത്മാവായിരിക്കും ആദ്യം എന്തിനാണ് എനിക്ക് വേണ്ടി പ്രതിമ എന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ്. ഒന്നും മറച്ചു വെക്കാത്തയാളാണ് അദ്ദേഹം. എല്ലാം വിട്ടു തുറന്നു പറയുന്ന ആളാണ്, നിലപാടുള്ള ആളാണ്. മരണത്തെ സംബന്ധിച്ച് പോലും നിലപാടുള്ള ആളാണ്. മരണത്തിന് ശേഷം എന്ത് ചെയ്യണമെന്നും നിലപാടുള്ള ആളാണ്. അങ്ങനെയുള്ള നിലപാടുള്ള ഈ സലീം കുമാറിന് വേണ്ടി എന്തിനാണ് VD സതീശൻ ഈ 1 കോടി രൂപ മുടക്കി പ്രതിമ സ്ഥാപിക്കുന്നത്? അദ്ദേഹത്തെ അപമാനിക്കുകയല്ലേ? ആ പ്രതിമയിൽ നാളെ കാക്കത്തൂരി വെച്ച് പാറശാല മുതൽ കാസർഗോഡ് വരെ പ്രതിമകളെ തട്ടി നടത്താൻ വയ്യ. എന്തെല്ലാം തരം ദൈവങ്ങളുടെ പ്രതിമകൾ, അങ്ങനെ പ്രതിമകളുടെ പുറത്ത് പ്രതിമകളുള്ള ഈ കൊച്ചു സംസ്ഥാനത്ത് വീണ്ടും എന്തിനാണ് സലീം കുമാറിന്റെ പേരിൽ ഈ 1 കോടി രൂപ ഈ പൊതു ഖജനാവിൽ നിന്നും സതീശൻ മുടക്കുന്നത്? അതിൻ്റെ മാനദണ്ഡം എന്താണ്? ഇതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. എന്താണ് ഇതിന്റെ മാനദണ്ഡം? സലീം കുമാറിന്റെ പ്രതിമ നിർമ്മിക്കാനുള്ള മാനദണ്ഡം എന്താണ്? VD സതീശനോട് അടുപ്പമുള്ള ആര് മരിച്ചാലും പ്രതിമ പണിയുമോ? VD സതീശനോട് അടുപ്പമുള്ള ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് മരിച്ചാൽ പ്രതിമ പണിയുമോ? VD സതീശനോട് അടുപ്പമുള്ള ഏതെങ്കിലും മറ്റ് രാഷ്ട്രീയക്കാർ മരിച്ചാൽ പ്രതിമ പണിയുമോ? അങ്ങനെ പ്രതിമ പണിയാൻ പോയാൽ അതിനെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പ്രതിമ പണിയാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ പൊതു ഖജനാവിൽ നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുള്ള പണം. ഇത് സലീം കുമാറിന്റെ വീട്ടുകാർ സഹായിക്കൂ, അല്ലെങ്കിൽ പാവപ്പെട്ട വേറെ ആരെങ്കിലും സഹായിക്കൂ. ഈ പ്രതിമ എന്തിനു വേണ്ടിയിട്ടാണ്? വഴിയിലാണ് സ്ഥാപിക്കുന്നതെങ്കിൽ അവിടെ ഗതാഗത കുരുക്കുണ്ടാകും. ഇനി അതല്ല, എവിടെയാണ് സ്ഥാപിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ തന്നെ സലീം കുമാറിന് എന്തെല്ലാമാണോ സലീം കുമാർ ആഗ്രഹിക്കാത്തത് അതിന് തീർച്ചയായും എതിരായിട്ട് തന്നെയാണ് ഈ പ്രതിമാ സ്ഥാപനം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ ആത്മാവ് പൊറുക്കില്ല ഇത്തരമൊരു പ്രതിമ സ്ഥാപിക്കുന്നതിനോട് എന്നാണ് നമുക്ക് ഉറച്ച് അടിവരയിട്ട് പറയേണ്ടത്. കാരണം അദ്ദേഹത്തിന് മരണത്തിന് ശേഷം എന്നെ എത്രയും വേഗം ദഹിപ്പിക്കൂ, എൻ്റെ അസ്ഥി പോലും ഒഴുക്കരുത്, എൻ്റെ മൃതദേഹം വെറുതെ ഈ കാഴ്ചക്കാരായി കൊണ്ട് വെക്കാതെ എത്രയും വേഗം ദഹിപ്പിക്കുന്ന കൃത്യമായ നിലപാടുള്ളയാളായിരുന്നു മരണത്തെക്കുറിച്ച് പോലും. അദ്ദേഹത്തിന് ഉള്ള ഈ പ്രതിമ അദ്ദേഹത്തോട് ചെയ്യുന്ന ചതി തന്നെയാണ്, സലീം കുമാറിനോട് ചെയ്യുന്ന വഞ്ചനയാണ് ഇത്തരം ഒരു പ്രതിമാ നിർമ്മാണം. ശ്രീനിവാസനും തിലകനും ഇന്നസെന്റിനും പപ്പുവിനും മാമുക്കോയ്ക്കും നെടുമുടി വേണുവിനും സിദ്ദിഖിനും ഷാജിയൻ കരുണിനും ജോൺ അബ്രഹാമിനും KG ജോർജിനും P ജയചന്ദ്രനും ഒന്നും തന്നെ ബാധകമല്ലാത്ത ഒരു പുതിയ മാനദണ്ഡം സതീശൻ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നോട് സൗഹൃദമുള്ള ആളാണ് എങ്കിൽ, എന്നോട് സൗഹൃദമുള്ള സിനിമാക്കാരാണെങ്കിൽ, എനിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന സിനിമാക്കാരനാണെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പ്രതിമ നിർമ്മിച്ചു തരാം എന്നുള്ള സൂചനയല്ലേ, എന്നുള്ള കൃത്യമായ സന്ദേശമല്ലേ ഇതിലൂടെ VD സതീശൻ നൽകുന്നത്? അത് അങ്ങേയറ്റത്തെ ആപൽക്കരമായ സൂചനയാണ്, സന്ദേശമാണ്. അതിനെ ചെറുത്തു തോൽപ്പിച്ചേ പറ്റുകയുള്ളൂ. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.